ഇതൊക്കെ അവസാനം രാഘവ ചാദ്യ എവിടെ എത്തിയത്? അതുകൊണ്ട് ഇവരൊക്കെ അവസാനം ഞാൻ ഭയക്കാത്തത് എന്താണെന്നറിയോ? തെറ്റിദ്ധരിക്കപ്പെട്ട ഈ യുവത അത് അവസാനം ഈ മുഖ്യധാരയിൽ എത്തിച്ചേരുമെന്ന നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, ക്ഷമ കാണിക്കേണ്ട ആളാണ്, എന്നേക്കാൾ പ്രായമുള്ള നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവില്ല. ഇനി സാർ ഒരു പരിസ്ഥിതി പ്രവർത്തകന്റെ ചോദിച്ച ആൾക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവര് കുറെ കണക്കുകൾ പറഞ്ഞു. അപ്പൊ നോക്കൂ, നിങ്ങള് പോവർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ എന്താ സൗഖ്യത്തെ കുറിച്ചൊരു കണക്കുണ്ട്. അത് അല്ല, ഈ ഇൻഡെക്സിന് പഠിച്ച ഏജൻസി ഏതാ? അവർ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയ ഏതെങ്കിലും കമ്പനിയാണോ? അവർ ഇന്ത്യയിൽ ഏത് സാമ്പിൾ സർവേ നടത്തിയിരിക്കുന്നത്? അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ചിട്ടില്ല. എങ്കിൽ ഇത് അന്വേഷിക്കാൻ ചെയ്യപ്പെട്ട ഏതെങ്കിലും ഏജൻസിയുടെ കണക്കാണോ? രണ്ടാമത് അല്ല, അങ്ങ് ചോദിച്ച ചോദ്യം എന്നോടാണല്ലോ, ഇദ്ദേഹത്തിന് മറുപടി ഞാൻ ഒരു ചോദ്യമായിട്ട് നിർത്തുന്നില്ല, പറഞ്ഞോട്ടെ. രണ്ടാമത് ഇതിപ്പോ അവസാനം വരെ ചോദ്യം വിളിക്കാൻ പോകുന്നു. ഞാൻ സിമ്പിൾ വൺ വേർഡേ ഉള്ളൂ. മീഡിയ ഇൻഡെക്സിൽ കേരളത്തിൽ നിന്ന് കടക്കൂ പുറത്തുനിന്ന് പറയുന്നതും ആ ഇൻഡെക്സ് പെടുമോ? ഇല്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന മീഡിയ അട്രോസിറ്റീസ് അതിനകത്ത് പെടില്ലേ? അതിന്റെ ആവറേജ് അല്ലേ? ആ കടക്ക് പുറത്തെന്ന് പറയുന്നവർ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പോസിട്ടവൻ 99 തവണയാണ് തന്തയ്ക്കും തള്ളയ്ക്കും കേട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ. ഒരാർക്കും നടന്നില്ല. ഇന്നും മെരുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളെ മറച്ചു വെക്കരുത്. പിന്നെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ഞാൻ പറയട്ടെ. ഗ്രീൻ എനർജി സേവിങ്ങിൽ ഒരു ഇന്റർനാഷണൽ അലയൻസിന്റെ നേതൃത്വം ഈ രാജ്യത്താണെന്നും ലോകമെമ്പാടുമുള്ള ഫോസിൽ ഇന്ധനങ്ങളും കൺവെൻഷണൽ എനർജി സൈറ്റിൽ നിന്നും വിഭിന്നമായി ഏതാണ്ട് എൻ്റെ ഓർമ്മ കറക്റ്റാണ്, ഞാൻ നെറ്റ് സെർച്ച് ചെയ്ത് പറഞ്ഞുതരാം, 100-ലധികം രാജ്യങ്ങൾ ഭാരതത്തിന്റെ എനർജി, പ്രത്യേകിച്ച് EV, നമ്മുടെ സോളാർ, ഈ സംവിധാനത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച എനർജി കൺവെൻഷൻ രീതിയായിട്ട് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്നത് അത് ഇന്റർനാഷണൽ പെട്രോളിന് 8 രൂപ കൂടി. ഇവിടെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ മെയിൻ കോമ്പോണൻസ് വരുന്നത് മുഴുവൻ ചൈനയിൽ നിന്നാണ്. ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് പലതും കൂടി ചൈനയിൽ നിന്നല്ല വരുന്നത്. ഇന്ത്യ എന്തുണ്ടാക്കുന്നു? ഇന്ത്യയുടെ പാർട്ണറാണ്. കഴിയത്തില്ലല്ലോ, നമ്മുടെ പലതും ഒരു കാര്യം കേന്ദ്ര സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ ജെൻസി റിയാക്ഷൻ, ഇപ്പൊ ഉണ്ടായ ജെൻസി റിയാക്ഷന്റെ ട്രിഗർ വന്നത് നമ്മൾ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സംഘടനയിൽ നിന്നാണ്. ജുഡീഷ്യറി സെപ്പറേറ്റ്. ഇംപീച്ച്മെന്റ് മോഷൻ ഒക്കെ നടത്തിയാൽ പോരെ, എന്തിനാണ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നത്? CJN ഇംപീച്ച് ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് കേന്ദ്ര സർക്കാർ എടുക്കേണ്ടത്. CJI പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനില്ല. ഇത് മാത്രമാണ്. ഇതിനു മുമ്പ് മറ്റേ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് വിഷയത്തിൽ ഹെഡ്സ് വിൽ റോൾ എന്നാണ് പറഞ്ഞത്. എന്ത് ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടിരിക്കുന്ന വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത്, അത് ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയാൻ നിലപാടെടുക്കാനായിട്ട് BJPക്കും കേന്ദ്ര സർക്കാരിനും തയ്യാറാണോന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.